നമുക്കൊന്ന് കണ്ണൂരിലേക്കാണ് ഇനി പോകേണ്ടത്. പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്ന നിലപാടുമായി സംസ്ഥാന സർക്കാർ വീണ്ടും രംഗത്തെത്തുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പ്രതിയായ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാതെ സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി. കണ്ണൂർ കണ്ണവത്ത് ABVP പ്രവർത്തകൻ ശ്യാമപ്രസാദ് വധക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും സർക്കാർ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. ആദ്യം ആ റിപ്പോർട്ട് കാണാം, അതിനുശേഷം മിഥുൻ പിള്ളയിലേക്ക്. ഭീകരർ കൊലപ്പെടുത്തിയ കണ്ണൂർ കണ്ണവത്തെ ശ്യാമപ്രസാദിന്റെ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കണമെന്ന് കുടുംബം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് 2 വർഷം കഴിഞ്ഞു. കൊടുത്തതിനേക്കാൾ വേഗത്തിൽ അപേക്ഷ നിരസിക്കുകയാണ് സർക്കാർ ചെയ്തത്. ഒടുവിൽ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് വാങ്ങിയെങ്കിലും സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ തയ്യാറായില്ല. അതായത് പൂർണ്ണമായും പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. സർക്കാരിൻ്റെ ഈ പ്രീണന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് സാധ്യത. അതിപ്പം പൊതുവെ കേസിലെല്ലാം കാണപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പ്രതികളായ കേസുകളിലെല്ലാം സർക്കാർ അവർക്ക് അനുകൂലമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ താമസിച്ചു ഇല്ലാതെന്ന് വിചാരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പ്രതികളായ എല്ലാ കേസുകളിലും ഇപ്പോൾ സർക്കാർ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാണുന്നത്. ഏതറ്റം വരെ നീതിക്ക് വേണ്ടി പോകാനാണ് നമ്മൾ തീരുമാനം, ഏതറ്റം വരെ ആയാലും. പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പ്രതികളാകുന്ന കേസുകളിൽ സർക്കാർ കാണിക്കുന്ന മൃദു സമീപനത്തിൽ രൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിയും രംഗത്തെത്തി. ഈ നാട്ടിൽ ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥമായ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് കൊല്ലപ്പെട്ട ഒരാൾക്ക് കോടതിയിൽ നിന്ന് സ്വാഭാവികമായി നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വക്കീലിനെ അനുവദിക്കാനുള്ള അനുവാദം പോലും നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ക്രൂരതയാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ശ്യാമിൻ്റെ മാതാപിതാക്കൾ കണ്ണീരും കയ്യുമായി കഴിയുകയാണ്, ബന്ധുക്കളും എല്ലാവരും അങ്ങനെ കഴിയുകയാണ്. അവരോട് കരുണ കാണിക്കണം സർക്കാർ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നീതിയുടെ നടപടികളുമായിട്ട് പോകാൻ വേണ്ടിയിട്ട്, കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് അത് ബന്ധുക്കൾ നിർബന്ധിതമാവും. അതിനിടയാക്കരുത് എന്നാണ് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് നീതി ലഭ്യമാക്കണം. 2018 ജനുവരി 19 ABVP പ്രവർത്തകനായിരുന്ന ശ്യാമപ്രസാദിനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തിയത്. ITAയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ശ്യാമിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ജനം, കണ്ണൂർ. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഇതിപ്പോൾ ABVPയുടെ നേതാവായിരുന്ന വിശാൽ വധക്കേസിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ മുഴുവൻ അടുത്തിടെ കോടതി വെറുതെ വിട്ട സാഹചര്യമുണ്ടായി. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സമാനമായിരുന്നു. അതായത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്ന വിശാലിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരും പിന്നീട് വന്ന പിണറായി സർക്കാരും തയ്യാറായില്ല. കേസ് ഏതാണ്ട് 5 വർഷം പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നത്. ആ സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ തെളിവുകൾ പലതും തേച്ചു മായ്ച്ച് കളഞ്ഞിരുന്നു. അപ്പോൾ ഇതാ ശ്യാമപ്രസാദ് കണ്ണൂരിലെ ABVPയുടെ മറ്റൊരു നേതാവാണ്. ആ കേസിലും കാര്യങ്ങൾ സമാന ദിശയിലേക്ക് തന്നെ പോകുന്നു. അവിടെയും പ്രതിപട്ടികയിലുള്ളത് ഈ ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടാണ്. ഗൗതം, നമുക്കറിയാം കേരള സമൂഹം ഏറെ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഏറെ ഗൗരവമായി ചർച്ച ചെയ്തൊരു സംഭവമായിരുന്നു കണ്ണൂർ കണ്ണവത്തെ ശ്യാമപ്രസാദിൻ്റെ കൊലപാതകം. ആ സംഭവം എന്ന് പറയുന്നത് വിദ്യാർത്ഥിയായിരുന്ന ശ്യാമപ്രസാദ് പേരാവൂർ ITAയിൽ പോയി മടങ്ങി വരുന്ന വഴിയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കാറിലെത്തി വാഹനം ഇടിച്ചിട്ട് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 90 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ സംഭവം നടന്ന് കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ വയനാട്ടിൽ വെച്ച് പോലീസ് പിടികൂടുകയും, അതായത് രക്തം പുരണ്ട വസ്ത്രങ്ങളോടുകൂടി ഈ പ്രതികളെ പിടികൂടുകയും അവരുടെ വസ്ത്രത്തിലുള്ളതും ഈ ശ്യാമപ്രസാദിൻ്റെ രക്തമാണ് എന്ന് DNA പരിശോധനയിലൂടെ ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ കൊല നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടിച്ച് 90 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രവും സമർപ്പിച്ചൊരു കേസാണ് ശ്യാമപ്രസാദ് വധക്കേസ്. ആ കേസിൻ്റെ വിചാരണ ഏതാണ്ട് 2 വർഷം മുൻപ് ആരംഭിക്കേണ്ടതായിരുന്നു. ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപേ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണമെന്നൊരു ആവശ്യം കുടുംബം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് അത് നിരസിക്കുകയാണ് സർക്കാർ ചെയ്തത്. അതുകൂടാതെ വീണ്ടും ഹൈക്കോടതിയിൽ കുടുംബം പോയി അനുകൂല ഉത്തരവ് വാങ്ങി വരികയും ചെയ്തു. പക്ഷേ അത് വാങ്ങിയപ്പോൾ 6 മാസത്തിന് മുകളിലായിരിക്കുന്നു. ഇപ്പോഴും ആ കോടതി ഉത്തരവിന് മുകളിൽ സർക്കാർ മൗനം പാലിക്കുകയാണ്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുവരെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ CPM ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ സഹായിക്കുകയാണെന്നൊരു കാര്യം ആരോപണവുമായി കുടുംബവും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം.
എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പ്രതികളാവുന്ന കേസുകളിൽ സംസ്ഥാന സർക്കാർ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു? ആ മൃദു സമീപനം എന്ന് പറയുന്നത് ആ പ്രതികളെ സഹായിക്കുന്ന രീതിയിലേക്കാണോ? സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമനങ്ങൾ ഒരു 99% രാഷ്ട്രീയ നിയമനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ നീതി ലഭിക്കില്ല എന്നൊരു ചിന്ത ആ കുടുംബത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണമെന്ന് കുടുംബം ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നു കഴിഞ്ഞാൽ വിചാരണ കൃത്യമായി നടക്കും. അത് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അവർ ആ കേസ് കോടതിയിൽ വാദിക്കുകയും ചെയ്യുന്നൊരു കണക്ക് കൂട്ടലുണ്ട്. പക്ഷേ ഇത് സംസ്ഥാന സർക്കാർ ഇത് അനുവദിക്കാതെ എങ്ങനെ ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നൊരു ഒരു സംശയമാണ് നിലനിൽക്കുന്നതിൽ. എടുത്തു പറയേണ്ടത് ഈ കേസിൻ്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ച വാദം തുടങ്ങാൻ വേണ്ടി ഈ സാക്ഷികൾക്ക് മുഴുവൻ കോടതിയിൽ നിന്ന് നോട്ടീസും പോയൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലും വീണ്ടും നമ്മൾ ഈ സംഘടന കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ എന്നിട്ടും ഇതുവരെയും ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരം. ഏതായാലും സർക്കാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്നൊരു നിലപാട് സ്വീകരിക്കുകയാണെന്നൊരു വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഗൗതം. ഓക്കെ മിഥുൻ, എന്തായാലും വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം വിശാൽ വധക്കേസിൽ ഈ മുഴുവൻ ക്രിമിനലുകളെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ആ ജഡ്ജ്മെൻറ്റ് വളരെ വിവാദമാണ്. ഒന്ന്. രണ്ടാമത്തെ വിഷയം ഇത് തന്നെയായിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഉൾപ്പെടെ നിയമിക്കുന്നതിൽ വലിയ കാലതാമസം. ആദ്യം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വിശാൽ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് പിണറായി സർക്കാരിൻ്റെ സമീപനം അതുതന്നെയായിരുന്നു. ഇപ്പോൾ ശ്യാമപ്രസാദ് എന്ന് പറയുന്നതും വിശാലിനെ പോലെ തന്നെ ഒരു മിടുക്കനായ ചെറുപ്പക്കാരനായിരുന്നു രാഖി. കണ്ണൂരിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ, പ്രത്യേകിച്ച് കണ്ണവം പോലത്തെ പ്രദേശത്ത് ABVP-യെയും RSSനെയും ഒക്കെ വളർത്തുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ബാബ എന്ന് ചെറുപ്പക്കാർ വിളിച്ചിരുന്ന ശ്യാമപ്രസാദിനെ PFI ഭീകരർ കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ആ കേസിലും ഇപ്പോൾ സമാനമായ രീതിയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ പോകുകയാണ്. എന്തായാലും സർക്കാർ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. അതായത് പോപ്പുലർ ഫ്രണ്ട് SDPI എന്നൊക്കെ പറഞ്ഞാൽ അത് കേരളം കേന്ദ്രീകരിച്ചാണ്. അവരുടെ ഇന്ത്യ മഹാരാജ്യത്ത് അവർ നടത്തുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളുടെയും അവരുടെ ലോഞ്ച് പാടെന്ന് പറയുന്നത് കേരളമാണ്. കാരണം ഇവിടെയാണ് സേഫ് സോൺ. ഇവിടെ എന്തും കാണിക്കാം. ഇസ്ലാമിസ്റ്റുകൾക്ക് ഈ നാട്ടിൽ എന്തും കാണിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സ്ഥിതിക്ക് അതെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി നല്ലതാണോ മോശമാണോ എന്ന ചർച്ച ഇവിടെ നടക്കുന്നത്. VD സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ തീവ്രവാദികളല്ല എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് മറ്റൊന്നിനെയും അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി മാത്രമാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ അവർ അങ്ങനെ അല്ല എന്ന് VD സതീശൻ ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് ഈ നാടിനെ ഇവർ കൊണ്ടുപോകുന്നത്? വർഗീയതയുടെ വിളനിലമാക്കി ഈ കൊച്ചു കേരളത്തെ മാറ്റുകയാണ് മുന്നണികൾ.